പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടകക്കഞ്ഞി. ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ ഉള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, ചുക്കൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നെ ചേർക്കുമ്പോൾ കാണിക്കാം. എന്നിട്ട് ഇതിൽ നമ്മൾ പിന്നെ തേങ്ങ, വറ്റൽമുളകൊക്കെ വൃത്തിയാക്കി, വറ്റൽമുളകെല്ലാം വെളുത്തുള്ളി, കൊച്ചുള്ളിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പയർ. ഞാൻ ഇവിടെ പച്ചപ്പയറാണ്. ചില ആൾക്കാർ വൻപയർ ഉപയോഗിക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചപ്പയർ, ചെമ്പാവരി അരി, അത് അരി. പിന്നെ നമുക്ക് എത്രയാണ് ആവശ്യം അതിന് ആവശ്യത്തിന് പച്ച ഉലുവ, വറുക്കാത്ത പച്ച ഉലുവ അതും എടുത്തിട്ടുണ്ട്. അത് അരി നല്ലതുവണ്ണം കഴുകണം. എന്ന് വെച്ചാൽ നല്ലതുപോലെ 3-4 വെള്ളത്തിൽ കഴുകിയാലും വേണ്ടിയില്ല. 3-4 വെള്ളത്തിന് നല്ലതുപോലെ കഴുകണം കേട്ടോ. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. നമ്മൾ കൈ നല്ല ബലം പിച്ച് കഴുകുമ്പോഴത്തേക്ക് അതിനോടുള്ള അഴുക്കും കാര്യങ്ങളും, ഇന്ന് ഇപ്പോഴത്തെ ചെമ്പാവരിയും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഭയങ്കര കെമിക്കലും കാര്യങ്ങളൊക്കെ ചേർക്കുന്നതിന് വേണം. നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം പച്ചപ്പയറും നല്ലതുപോലെ കഴുകുക. ഞാനിത് 3-4 വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. അരി ചെമ്പാവരി. ഇപ്പോൾ വയ്ക്കുന്നത് കുക്കറിലോട്ടാണ് വയ്ക്കുന്നത്. പച്ചപ്പയർ നല്ലതുപോലെ വൃത്തിയായിട്ട് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. അതും 3 വെള്ളത്തിൽ ഞാൻ കഴുകിയിട്ടുണ്ട്. ഓൾറെഡി ഞാൻ കഴുകി. അല്ലെന്നുണ്ടെങ്കിൽ പയറൊക്കെ അല്ലേ, നമുക്ക് വിശ്വസിക്കാതിൽ എത്രത്തോളം കഴുകുന്നു അത്രത്തോളം വൃത്തിയായിട്ട് ചെയ്യും. പയർ നല്ലതുപോലെ കഴുകിയിട്ടുണ്ട്. നമുക്ക് തളിക്കുന്ന ദിവസം വേണമെന്നുണ്ടെങ്കിൽ കുതിർത്ത് വെച്ച് നമുക്ക് അടുപ്പിലാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യും. ഇത് കുക്കറിലായതുകൊണ്ട് അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഐറ്റങ്ങൾ, അതായത് കൊച്ചുള്ളിയൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ചെറിയ പീസാക്കുന്നതിൽ 2ആയിട്ട് നമ്മളൊന്ന് കീറി ജസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉള്ളിയൊക്കെ അതിലോട്ട് നല്ലതുപോലെ അലിഞ്ഞ് കിട്ടണം. എന്ന് വെച്ചാൽ അതിൽ തിക്കായിട്ട് നമുക്ക് കിട്ടണം. അതുകൊണ്ട് ഞാൻ 2ആയിട്ട് പീസാക്കുന്നു. നമ്മൾ അരിഞ്ഞിടുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് ആലോചിച്ച്, പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുക്കറിലാകുമ്പോഴത്തേക്കും നമുക്ക് അത്ര കൺസെപ്റ്റിൽ കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പണ്ടുള്ളവരൊക്കെ അടുപ്പിലിട്ടാണ് കഞ്ഞി വയ്ക്കുന്നത്. അടുപ്പിലിട്ട് വേവിക്കുന്നവർ കഞ്ഞി നല്ലതുപോലെ വേവിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുമല്ല, ഈ കഞ്ഞി നമ്മൾ മിക്കുള്ളത് അടുപ്പിലിട്ട് വേവിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇപ്പോഴത്തെ എളുപ്പം കരുതി എല്ലാവരും കുക്കറിലും കാര്യങ്ങളിലൊക്കെയാണ് വെക്കുന്നത്. നല്ലതുപോലെ ഞാൻ ഇങ്ങനെ പീസാക്കിയിട്ടുണ്ട്. ഒന്ന്
നേരെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ പിന്നെ ഇടുന്നതെന്ന് വെച്ചാൽ ഉലുവ നമ്മൾ അതും ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത് നമ്മൾ ഇടുന്നതാണ് നല്ലത്. അത് ഒരു വെള്ളത്തിൽ മാത്രമേ ഉലുവ കഴുകിയിട്ടുള്ളൂ, അതും കഴുകി ഇടുന്നുണ്ട്. മുളക് ഞാൻ രണ്ടായിട്ട് കീറിയാണ് ഇട്ടത്. എന്ന് വെച്ചാൽ നമുക്ക് അത് ഞാൻ കൈകൊണ്ട് മൃഗം കാട്ടിൽ പറഞ്ഞിറങ്ങിയില്ല, അങ്ങനെ പിച്ചാത്തി എടുത്ത് രണ്ടായിട്ട് പീസാക്കി ഇടുമ്പോഴത്തേക്കും അത് ചെറിയൊരു എരിവും ഒക്കെ കിട്ടും. എരിവും കൂടെ ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. ഇത് വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്യുന്ന നല്ലതാണ്. ഇത് കർക്കിടകത്തിന് തന്നെ വെക്കണമെന്നില്ല, അല്ലാതെ നമുക്ക് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരേപോലെ കഴിക്കാൻ പറ്റുന്നൊരു കഞ്ഞിയാണ്. ഇതാകുമ്പോൾ നല്ല ഔഷധ കഞ്ഞിയാണ്. ഇതാകുമ്പോൾ നമുക്ക് എല്ലാ പോഷക ഗുണങ്ങളും നമുക്ക് കിട്ടും. നല്ലതാണ് ഇത് കഴിക്കുന്നത്. നല്ല കഞ്ഞിന്ന് അടിപൊളി കഞ്ഞിയാണ്. എല്ലാവരും ട്രൈ ചെയ്തും കൂടെ നോക്കണം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന്. എനിക്കിപ്പോൾ നല്ല ഉപ്പ് വേണം. തോനെ അവർക്ക് ഇത് കുറഞ്ഞൊന്നുമില്ല. ചില ആൾക്കാർ കഞ്ഞിയിലൊക്കെ കുറച്ച് ഉപ്പ് എടുത്തോളൂ. എനിക്ക് നല്ല ഉപ്പ് വേണം കഞ്ഞിയിൽ. ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് എന്നൊക്കെ ചുക്ക് ശകലം പേരിന് വേണ്ടിയിട്ട് ചുക്ക് ചതച്ച് ഞാൻ അതിൻ്റെ അത് ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് നമ്മൾ കുക്കറിൽ എത്രയാണോ മിനിമം വെള്ളം അത്ര ആവശ്യത്തിന് വെള്ളം ചേർത്തെടുക്കുക. എന്നിട്ട് ഗ്യാസിലോട്ട്
വയ്ക്കുക. വിസിലിട്ടതിന് ശേഷം ഗ്യാസിലോട്ട് വയ്ക്കുക. അഞ്ച് വിസിലാണ് മിനിമം വേവേണ്ടത്. പക്ഷേ ഇത് ചെമ്പാവരി ആയതുകൊണ്ട് മിക്കവാറും കുറച്ചും കൂടെ വേണ്ടി വരും. ഒരു 6 വിസിലൊക്കെ വേണ്ടി വരും. അതിനുശേഷം നമ്മൾ ചിരകി വെച്ചേക്കുന്ന തേങ്ങ നിങ്ങളുടെ ആവശ്യത്തിന് തേങ്ങാപ്പാൽ എങ്ങനെയാണോ നിങ്ങളുടെ ആവശ്യത്തിന് തേങ്ങാപ്പാൽ ആവശ്യത്തിന് ഇടുക. അതായത് ഞാൻ തേങ്ങാപ്പാൽ പാലായിട്ട് പിഴിഞ്ഞെടുത്തില്ല. പാലായിട്ട് പിഴിയുമ്പോൾ ആ പീര നമുക്ക് കളയേണ്ടി വരില്ല. അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തു. നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തു. അപ്പോൾ നമുക്ക് ആ പീര കളയേണ്ടി വരികയില്ല. മിക്സിയിലിട്ട് അടിച്ചെടുത്തു. നമ്മൾ ഈ കൺസെപ്റ്റിൽ അടിച്ചു. ഇനി ആവി ഫുള്ളും പോയതിന് ശേഷം ഞാൻ നല്ല ആവി പോയോന്നെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം ഇത് കുറച്ചും ചമ്പാവരി ആയതുകൊണ്ട് കുറച്ചും കൂടെ വേവണമെന്ന് തോന്നി. പക്ഷേ ഇത് കറക്റ്റ് പരുവത്തിൽ കഞ്ഞിയിലെ പരുവത്തിലായിട്ടുണ്ട്. കണ്ട നല്ലതുപോലെ എല്ലാം വെന്ത് ചേർന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ നല്ലതുപോലെ ചേർത്ത് മിക്സാക്കി ഈ കഞ്ഞിയിലോട്ട് നല്ലതുപോലെ ഇളക്കണം. കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി മണമാണ്. നമ്മൾ മിക്സ് ആക്കണം. എന്നാലും ആ തേങ്ങാപ്പാൽ എല്ലായിടത്തും തിക്കായിട്ട് നമുക്ക് കിട്ടത്തില്ല. കണ്ട ഇതേ കൺസെപ്റ്റിൽ കിട്ടും. പിന്നെ ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു കറിവേപ്പിലയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില എടുത്തിട്ട് കറിവേപ്പില നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ടേക്കാം. ഈ കഞ്ഞിക്കകത്ത് കിടക്കുന്നത് നല്ലതാണ്. അതിൻ്റെ മണം ഇതൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഞാൻ അവസാനം ലാസ്റ്റ് ഞാൻ കറിവേപ്പിലയൊക്കെ എടുത്തിട്ട് അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റായിരുന്നു കഞ്ഞി. അങ്ങനെ ഞാൻ ഒരു ചെറിയൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് അടിപൊളി കഞ്ഞി എന്ന് വെച്ചാൽ അടിപൊളി കഞ്ഞിയാണ്. കണ്ടോ ഇത് തേങ്ങാപ്പാലും കൂടെയൊക്കെ ആകുമ്പം നമുക്ക് നല്ലത്. ഇങ്ങനെ നമ്മൾ ചുക്കൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി നല്ല ചുക്കും ഇതൊക്കെ നല്ല മണവുമാണ് ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ. ഇത് വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.